ലോക ഫുട്ബോളിന്റെ ചരിത്രത്താളുകളെ തങ്കലിപികളാൽ മാറ്റിയെഴുതിയ അർജന്റീനയുടെ ഇതിഹാസ നായകൻ ലയണൽ മെസ്സിക്ക് ഇന്ന് 39ാം പിറന്നാളാണ്. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ഈ മാന്ത്രികന്റെ ജന്മദിനം ആഘോഷമാക്കുമ്പോൾ കളിക്കളങ്ങളെ ഗോൾ മുഴക്കം കൊണ്ട് പ്രകമ്പനം കൊള്ളിച്ച ആ തിരുപ്പിറവിക്ക് വീണ്ടും ഒരു വാർഷികം കൂടി കുറിക്കപ്പെടുകയാണ്. ആദ്യം ഫുട്ബോൾ പിറന്നുവെന്നും പിന്നെ പെലെയും മറഡോണയും വന്നുവെന്നും അവർക്ക് പിന്നാലെ ഇതാ മിശിഹ പിറവിയെടുത്തുവെന്നുമാണ് ഫുട്ബോൾ ലോകം ഇന്ന് വാഴ്ത്തുന്നത്. അർജന്റീനയിലെ റുസാരിയോ എന്ന കൊച്ചു ഗ്രാമത്തിലെ മൈതാനത്തിൽ പന്തു തട്ടി നടന്നിരുന്ന ഒരു മെലിഞ്ഞുണങ്ങിയ ബാലനെ ആരും അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല. 1998 ഒരു സാധാരണ പ്രാദേശിക മത്സരത്തിൽ തന്നേക്കാൾ പ്രായവും കരുത്തുമുള്ള പ്രതിരോധ നിരക്കാരെ നിഷ്പ്രഭമാക്കി ഒരു കൊച്ചുമിടുക്കൻ പന്തുമായി മുന്നേറിയപ്പോൾ അവിടെ കൂടിയ കാണികൾ ആവേശത്തോടെ ആർത്തു വിളിച്ചു. ആ കുഞ്ഞു ബാലന്റെ മാന്ത്രിക ചുവടുകൾ വരാനിരിക്കുന്ന വലിയൊരു ഫുട്ബോൾ വിപ്ലവത്തിന് തുടക്കമായിരിക്കുമെന്ന് അന്നാരും കരുതിയില്ല. ലോക ഫുട്ബോളിന്റെ വർത്തമാനകാല ചരിത്രം തന്റെ ഇടംകാലുകൊണ്ട് മാറ്റിയെഴുതിയ മികച്ച കളിക്കാരനുള്ള ബാലൻ ദി ഓസ്കാർ പുരസ്കാരം 6ാം തവണയും സ്വന്തമാക്കി ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന ലയണൽ മെസ്സിയുടെ കുട്ടിക്കാലമായിരുന്നു അത്. എന്നാൽ ഇന്ന് ലോകം ആരാധിക്കുന്ന ഫുട്ബോളിന്റെ മെസ്സിയായി മെസ്സി വളർന്നത് പൂമത്തയിലൂടെയായിരുന്നില്ല, മറിച്ച് പ്രതിസന്ധികളും കണ്ണുനീരും നിറഞ്ഞ പാതകൾ ചവിട്ടിയായിരുന്നു. 1987 ജൂൺ 24 ഒരു സ്റ്റീൽ ഫാക്ടറി തൊഴിലാളിയായ ജോർജ് ഹൊറാസിയോ മെസ്സിയുടെയും തൂപ്പുകാരിയായ സെലിയ മരിയ ഗുജിറ്റിനിയുടെയും 4 മക്കളിൽ മൂന്നാമനായാണ് ലയണൽ മെസ്സി ജനിക്കുന്നത്. ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടിലും പന്തിനോടുള്ള മെസ്സിയുടെ അടങ്ങാത്ത അഭിനിവേശം നന്നേ ചെറുപ്പത്തിലെ പ്രകടമായിരുന്നു. പിതാവ് ഒഴിവു സമയങ്ങളിൽ കുട്ടികളെ ഫുട്ബോൾ പഠിപ്പിച്ചിരുന്ന ഗ്രാൻഡോളിൽ നടന്ന പ്രാദേശിക ക്ലബിൽ 5ാം വയസ്സിൽ മെസ്സിയും ചേർന്നു. വൈകാതെ തന്നെ തന്റെ 10ാം വയസ്സിൽ റൊസാരിയോയിലെ പ്രശസ്തമായ ന്യൂവെൽസ് ഓൾഡ് ബോയ്സ് ക്ലബിലേക്ക് ഈ കുട്ടി പ്രതിഭ തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് മെസ്സിയുടെ ജീവിതത്തെയും ഫുട്ബോൾ സ്വപ്നങ്ങളെയും തകിടം മറിച്ചുകൊണ്ടൊരു വില്ലനെത്തി. ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ആയിരുന്നു മെസ്സിക്കുണ്ടായത്. തുടർച്ചയായ ചികിത്സയിലൂടെ രോഗം ഭേദമാക്കാമായിരുന്നെങ്കിലും അതിനായി പ്രതിമാസം വേണ്ടിയിരുന്ന തുക കണ്ടെത്താൻ ആ പാവപ്പെട്ട കുടുംബത്തിന് കഴിഞ്ഞില്ല. ഒരു ഫുട്ബോൾ താരത്തിന് വേണ്ട ശാരീരിക വളർച്ചയോ കരുത്തോ ഇല്ലാതിരുന്ന മെസ്സി തന്റെ സ്വപ്നങ്ങൾ തകരുമോ എന്ന ഭയത്താൽ ദിവസങ്ങളോളം കണ്ണീരൊഴുക്കി. മെസ്സിയുടെ കളിമികവിൽ വിശ്വാസമുണ്ടായിരുന്ന അർജന്റീനയിലെ പ്രമുഖ ക്ലബ്ബായ റിവർ പ്ലേറ്റിന് പോലും ഈ ഭാരിച്ച ചികിത്സാ ചെലവ് താങ്ങാൻ കഴിഞ്ഞില്ല. ഈ ഘട്ടത്തിലാണ് ബാഴ്സലോണയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായിരുന്ന കാർലസ് റെക്സാച്ച് മെസ്സിയുടെ കളി കാണാനിടയാകുന്നത്. ആ 13കാരന്റെ പ്രതിഭയിൽ വിസ്മയം പൂണ്ട ബാഴ്സലോണ മാനേജ്മെന്റ് മെസ്സിയും കുടുംബവും സ്പെയിനിലേക്ക് താമസം മാറ്റുകയാണെങ്കിൽ ചികിത്സാ ചെലവ് പൂർണ്ണമായും മെച്ചെടുക്കാമെന്ന ചരിത്രപരമായ കരാറിലെത്തി. അങ്ങനെ ബാഴ്സലോണയുടെ യൂത്ത് ടീമിൽ ചേർന്ന മെസ്സി 2003 നവംബറിൽ പോർട്ടോയ്ക്കെതിരായ സൗഹൃദ മത്സരത്തിലുള്ള തന്റെ ആദ്യ ഔദ്യോഗിക സീനിയർ മത്സരം കളിച്ചു. പിന്നീട് ലാലിഗയിൽ ബാഴ്സലോണയ്ക്കായി ബൂട്ടുകെട്ടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരങ്ങളിലൊന്നായി മെസ്സി മാറി. രാജ്യാന്തര തലത്തിൽ 2004 പരാഗ്വേക്കെതിരായ അണ്ടർ-20 മത്സരത്തിലൂടെയാണ് അർജന്റീനയുടെ നീലയും വെള്ളയും കലർന്ന ജേഴ്സിയിൽ മെസ്സി ഇറങ്ങിയേറിയത്. 2005 ഫിഫ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ ഇരട്ട ഗോളുകൾ ഉൾപ്പെടെ ആകെ 6 ഗോളുകൾ നേടി ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി മെസ്സി മാറി. അതോടെ സീനിയർ ദേശീയ ടീമിൽ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായി മാറിയ അദ്ദേഹം ലോകകപ്പിൽ കളിക്കുന്ന അർജന്റീനയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ബഹുമതിയും സ്വന്തമാക്കി. ഇതിഹാസ താരം ഡിഗോ മറഡോണ തന്റെ യഥാർത്ഥ പിൻഗാമി എന്ന് വിശേഷിപ്പിച്ച ഏക താരം ലയണൽ മെസ്സി മാത്രമായിരുന്നു. കളിക്കളത്തിലെ നേട്ടങ്ങൾക്കൊപ്പം തന്നെ സമൂഹത്തിലെ പാവപ്പെട്ട കുട്ടികളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും സംരക്ഷിക്കുന്നതിനായി 2007 ലിയോ മെസ്സി ഫൗണ്ടേഷൻ എന്ന ജീവകാരുണ്യ സംഘടനയ്ക്കും അദ്ദേഹം തുടക്കമിട്ടു. പ്രതിസന്ധികളെ പോരാട്ടവീര്യം കൊണ്ട് തോൽപ്പിച്ച ഈ ഫുട്ബോൾ മിശിഹായ്ക്ക് ഇന്ന് ലോകമെമ്പാടുമുള്ള കായിക പ്രേമികൾ ജന്മദിനാശംസകൾ നേരുകയാണ്.